ഇപ്പോൾ വരുന്നൊരു ന്യൂസ് അപ്ഡേറ്റ് ഉണ്ട്. നേരത്തെ തൃശൂർ കുതിരാനിൽ ഒരു കാട്ടാന ഇറങ്ങി അവിടെ പരിഭ്രാന്തി സൃഷ്ടിക്കുന്നു എന്ന വാർത്ത വന്നിരുന്നു. അതിൽ പുതിയ അപ്ഡേറ്റുകൾ ഇപ്പോൾ എത്തുന്നു. അവിടെ കുങ്കി ആനകളെ എത്തിക്കുന്നു എന്നാണ് സൂരജ് സജി അവിടെ നിന്ന് നൽകുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ. കുതിരാനിൽ ഇറങ്ങിയ ഒറ്റയാനെ തുരത്താനായാണ് അടിയന്തര ദൗത്യവുമായി വനംവകുപ്പ് ഇപ്പോൾ കുങ്കിയാനകളെ എത്തിക്കാൻ പോകുന്നത്. വയനാട്ടിൽ നിന്ന് 2 കുങ്കിയാനകളെ തൃശൂരിൽ എത്തിക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അവിടെ ഒരു വീട് ആക്രമിച്ചു കാട്ടാന എന്ന വാർത്ത അല്പ സമയം മുൻപാണ് പുറത്തുവന്നത്. ആ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് ആദ്യം ഒന്ന് പോകാം. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയാണ്. അവിടെ ഒരു പട്ടി കുറച്ച് ശബ്ദം കേട്ടപ്പോഴാണ് അത് ആന ആക്രമിക്കാൻ ഓടിയെടുത്തത്. അങ്ങനെ ആ വീടിന്റെ ഗേറ്റ് തകർത്തു എന്നാണ് നേരത്തെ പുറത്തു വന്ന വിവരം. ഇപ്പോഴും ജനവാസ മേഖലയിൽ ആന തുടരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ കുങ്കിയാനകളെ എത്തിച്ച് ആനയെ തുരത്താൻ, കാട്ടാനയെ കാട്ടിലേക്ക് തുരത്താനുള്ള നീക്കത്തിലേക്ക് വനംവകുപ്പ് കടക്കുന്നത്. സൂരജ് സജ്ജി ചേരുന്ന വിവരങ്ങളുമായി. സൂരജ്, അവിടെ ഇപ്പോഴും ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ഈ കുങ്കിയാനകളെ തന്നെ എത്തിച്ച് ആനയെ തുരത്താനുള്ള ശ്രമത്തിലേക്ക് വനംവകുപ്പ് പോകുന്നത്, അല്ലേ? പ്രജിൻ, തീർത്തും ആശങ്കാജനകമായ സാഹചര്യം തന്നെയാണ് അവിടെ നിലനിൽക്കുന്നത്. ഈ ജനവാസ മേഖലയിൽ എത്തിയ ആന ആദ്യഘട്ടം എത്തി മടങ്ങിപ്പോയതാണ്. 2ാം തവണ എത്തിയ ശേഷമാണ് ആന ഈ വീടിന് നേരെ ആക്രമണം നടത്തുന്നത്. ആ ദൃശ്യങ്ങളിൽ കാണാം, ഒരു നായ ഈ ആനയെ കണ്ട് വല്ലാതെ കുരയ്ക്കുന്നുണ്ട്. അതോടുകൂടി പ്രകോപിതനായ ആന വീടിന് നേരെ പാഞ്ഞെടുത്ത് ആക്രമണം നടത്തുകയായിരുന്നു. മുൻവശത്തുണ്ടായിരുന്ന ഇരുമ്പ് തൂണടക്കം ആന തുമ്പിക്കൈ കൊണ്ട് അടിച്ചൊടിച്ചതിന് ശേഷമാണ് ആന അവിടെ നിന്ന് ഓടിപ്പോയത്. പക്ഷേ രാത്രിയാണ്, അതുകൊണ്ട് തന്നെ ആന എവിടെയാണ് എന്ന് സംബന്ധിച്ചൊന്നും തന്നെ ആർക്കും ധാരണയില്ല. ഇപ്പോൾ ഈ നാട്ടുകാരോട് വനംവകുപ്പ് അറിയിക്കുന്ന, ഔദ്യോഗികമായി തന്നെ അറിയിക്കുന്ന വിവരം, ആരും വീടിന് പുറത്തേക്ക് ഇറങ്ങരുത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ ഭാഗത്തേക്ക് രാത്രി വരാനുള്ള ആളുകളോട് ഈ മേഖലയിലേക്ക് ഒരു കാരണവശാലും വരരുത്, ഇന്നത്തെ ദിവസം ഈ യാത്രകൾ ഒഴിവാക്കണം എന്നടക്കമുള്ള നിർദ്ദേശങ്ങൾ വനംവകുപ്പ് നൽകുന്നു. അതോടൊപ്പം തന്നെ ദ്രുതഗതിയിലേക്കുള്ള ഒരു ആക്ഷനിലേക്ക് വനംവകുപ്പ് പോയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ വയനാട്ടിൽ നിന്നുള്ള 2 കുങ്കിയാനകൾ തൃശ്ശൂരിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു. നാളെ പുലർച്ചയോടുകൂടി കുങ്കിയാനകളെ തൃശ്ശൂരിലെത്തിക്കുക, അതിനുശേഷം ഈ ആനയെ കാട് കയറ്റാനുള്ള ഒരു ദൗത്യത്തിലേക്ക് കടക്കുക എന്നതാണ് വനംവകുപ്പ് ലക്ഷ്യം വെക്കുന്നത്. 2 പ്ലാനുകളാണ് ഇത് സംബന്ധിച്ച് വനംവകുപ്പിന്റെ മുന്നിലുള്ളത്. ഒന്ന്, ആനയെ കുങ്കികൾ ഉപയോഗിച്ചുകൊണ്ട് കാട് കയറ്റിയതിനു ശേഷം സോളാർ ഫെൻസിംഗ് ഇട്ട് അത് അടയ്ക്കുക എന്നുള്ളതാണ്. കുതിരാൻ ഈ തുരങ്കം വന്നതിന് ശേഷമാണ് ഈ കുതിരാൻ മലയിറങ്ങിയ ആന ഈ ജനവാസ മേഖലയിലേക്ക് എത്തിത്തുടങ്ങി. അതുകൊണ്ട് തന്നെ ഈ കുതിരാൻ മലയോട് ചേർത്ത് ഒരു ഫെൻസിംഗ് ഇട്ട് ആനയെ കാട് കയറ്റുക എന്നുള്ളതാണ്. പക്ഷേ അത്തരം ഒരു ദൗത്യത്തിലേക്ക് കടക്കാനായില്ല എന്നാണെങ്കിൽ, അല്ലെങ്കിൽ ദൗത്യം പൂർത്തിയാക്കാനായില്ലെങ്കിൽ ആനയെ മയക്കുവെടി വെച്ച് പിടികൂടി ഇവിടെ നിന്ന് ജനവാസ മേഖലയിൽ നിന്ന് മാറ്റുക എന്നതുകൂടി ഒരു പ്ലാൻ ബി എന്നത് വനംവകുപ്പിന്റെ മുന്നിലുണ്ട്. പക്ഷേ ആദ്യ പ്ലാൻ തന്നെ വിജയം കാണാൻ കഴിയും എന്നുള്ളതാണ് വനംവകുപ്പ് കണക്ക് കൂട്ടുന്നത്. എന്തായാലും 2 കുങ്കികളെ ഇപ്പോൾ എത്തിക്കുന്നു, അടിയന്തര ദൗത്യത്തിലേക്ക് കടന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു വാച്ചർ ആക്രമിച്ച ആനയാണ്, വനംവകുപ്പിൽ ഒരു ജീപ്പ് ആക്രമിച്ച ആനയാണ്. അതുകൊണ്ട് തന്നെ ജനവാസ മേഖലയിൽ ഈ ആന തുടർച്ചയായി അക്രമം സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് ഈ ആശങ്കപ്പെടുത്തുന്നത്. ഇന്ന് രാത്രിയും വീടിന് നേരെ ഈ നായ കുരച്ചപ്പോൾ തന്നെ പ്രകോപിതനായി ആന ആക്രമിക്കുകയായിരുന്നു. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും ഈ ദൃശ്യങ്ങൾ കാണുന്ന ഇതേ ആന അത് ഇപ്പോൾ എത്ര നാളുകളായി ഇതേ മേഖലയിൽ ഇങ്ങനെ വരുന്നുണ്ട്? അതെന്തുകൊണ്ടാണ് ഇത്രയും വൈകി പോകുന്നത് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ എന്നൊരു സ്വാഭാവികമായ ചോദ്യമുണ്ടല്ലോ. ചോദിച്ചതുപോലെ തന്നെയാണ്. അതായത് 1 മാസത്തിനടുത്താകുന്നു ആന ജനവാസ മേഖലയിൽ ഇറങ്ങി ഇത്തരത്തിൽ ഈ രാത്രി കാലങ്ങളിലൊക്കെ എത്തി വലിയ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നു. വലിയ പരാതി ജനങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷെ 2 ആഴ്ച മുൻപാണ് ആന ഈ വലിയ രീതിയിലുള്ള ഒരു പ്രകോപനത്തിലേക്ക് പോയത്. കഴിഞ്ഞ ആഴ്ച വാച്ചറെ ആക്രമിക്കുന്നു. ഇതോടുകൂടിയാണ് ഈ വിഷയം പൊതുശ്രദ്ധയിലേക്ക് വരുന്നത്. വനം മന്ത്രി തന്നെ ഒടുവിൽ നേരിട്ടെത്തി ഈ സ്ഥലത്തെത്തിയ ആളുകൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കുകയും അടിയന്തരമായ ഒരു നടപടി ഉണ്ടാകുമെന്ന് വനം മന്ത്രി ഉറപ്പ് നൽകിയതാണ് ദിവസങ്ങൾക്ക് മുൻപ്. പക്ഷേ ഈ കുങ്കികളെ എത്തിക്കുന്നതിനടക്കം ചില സാങ്കേതിക തടസ്സങ്ങൾ അടക്കം ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ആന വീണ്ടും ഒരു ആക്രമണത്തിലേക്ക് നീങ്ങിയത്. ഇതോടുകൂടിയാണ് ഇന്ന് തന്നെ ആനയെ എത്തിച്ചുകൊണ്ട് ഇന്ന് രാത്രി തന്നെ അവിടെ നിന്ന് ആനയെ കൊണ്ടുവരാനുള്ള ഒരു തീരുമാനത്തിലേക്ക് വനംവകുപ്പ് എത്തിയിരിക്കുന്നത്. 2 കുങ്കികളെ ഇപ്പോൾ വയനാട്ടിൽ നിന്ന് തൃശ്ശൂരിലേക്ക് എത്തിക്കാനുള്ള നടപടിയാണ് തുടങ്ങിയിരിക്കുന്നത്. പുലർച്ചയോടുകൂടി ഒരു 5 മണി 5:30 ആനയെ തൃശ്ശൂരിൽ എത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ DFO തന്നെ ഔദ്യോഗികമായി അറിയിക്കുന്നത്. അങ്ങനെയെങ്കിൽ രാവിലെ എത്തിയതിനു ശേഷം പുലർച്ചെ സമയത്ത് ആനയെ ഒത്തുകിട്ടിയാൽ സ്വാഭാവികമായും ആനയെ കാട് കയറ്റുന്നതിനുള്ള ഒരു നടപടിയിലേക്ക് കടക്കും. രാവിലെ സമയമാണ്, അതുകൊണ്ട് തന്നെ ആക്ഷനുള്ള ഒരു സാധ്യത വനംവകുപ്പ് കാണുന്നുണ്ട്. അല്ല, പകൽ സമയത്ത് ആനയെ ജനവാസ മേഖലയോട് ചേർന്ന് എവിടെയെങ്കിലും കെട്ടിയാൽ കുങ്കികൾ ഉപയോഗിച്ച് കാട് ാണ് ലക്ഷ്യം വെക്കുന്നത്. ഇല്ലെങ്കിൽ ആന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന ഒരു ഒത്ത സമയത്തിന് വേണ്ടി വനംവകുപ്പിന് കാത്തിരിക്കേണ്ടി വരും. എന്തായാലും ഒരു നിവൃത്തിയും ഇല്ലെങ്കിൽ മയക്കുവെടി വെച്ച് ആനയെ പിടികൂടുക എന്ന കടുത്ത തീരുമാനത്തിലേക്ക് പോകുമെന്ന് വനംവകുപ്പും വനമന്ത്രിയും നേരത്തെ തന്നെ അറിയിച്ചിട്ടുള്ളതുമാണ്. പ്രജിത്ത്, കുതിരാനിലാണ് കാട്ടാന ഇറങ്ങി ഒരു പരിഭ്രാന്തി സൃഷ്ടിക്കുന്നത്. വലിയ ആശങ്കയിലാണ് അവിടുത്തെ ജനങ്ങൾ കഴിയുന്നത്. ഈ രാത്രി അല്പസമയം മുൻപാണ്
ഒരു വീട് ആക്രമിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയത്. അവിടെ ഇപ്പോഴും ആന ഉണ്ട് ജനവാസ മേഖലയിൽ തന്നെ എന്നാണ് ലഭിക്കുന്ന വിവരം. അതിനെ തുരത്താനാണ് ഇപ്പോൾ കുങ്കിയാനകളെ എത്തിക്കാനുള്ള നീക്കത്തിലേക്ക് വനംവകുപ്പ് കടന്നിരിക്കുന്നത്. സൂരജ് സജിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.